എന്തൊരു തീരുമാനമാണിത്? നിങ്ങളെന്താണ് ആ തൂവെള്ള കുപ്പായം ഇത്ര വേഗം അഴിച്ചുവെച്ചത്? 2 നാൾ മുൻപ് നായകൻ രോഹിത് ശർമ്മ പടിയിറങ്ങുമ്പോഴും ഇംഗ്ലീഷ് പടയ്ക്കെതിരായ മത്സരം കാണാൻ ഞങ്ങൾ ഒരുങ്ങിയത് നിങ്ങളുണ്ടെന്ന ഉറപ്പിന്മേലാണ്. സിംഹാസനം ഒഴിഞ്ഞുവെച്ചുള്ള നിങ്ങളുടെ മടക്കം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതേയില്ല. കിങ് കോഹ്ലി, റൺ മെഷീൻ, ചേസ് മാസ്റ്റർ, അങ്ങനെ നിരവധി പേരുകളാണ് അയാൾക്ക് ക്രിക്കറ്റ് ലോകം ചാർത്തിക്കൊടുത്തിട്ടുള്ളത്. ഓരോന്നും അക്ഷരം പ്രതി ശരിയാണെന്ന് 100 ആവർത്തി കോഹ്ലി തെളിയിച്ചിട്ടുമുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നെടുന്തൂണായി കോഹ്ലി മാറിയ ഇന്നിങ്സുകളുടെ എണ്ണമെടുക്കുക അത്ര എളുപ്പമല്ല. 14 കൊല്ലത്തെ കരിയറിൽ 123 മത്സരങ്ങൾ, 9230 റൺസ്, 30 സെഞ്ചുറികൾ, അതിൽ 7 ഇരട്ട ശതകങ്ങൾ, ശരാശരി 46 മുകളിൽ. 10,000 റൺസ് ക്ലബിൽ ഇടം പിടിക്കാൻ അവസരമുണ്ടായിരിക്കെ അതുപോലും നോക്കാതെയാണ് കോഹ്ലിയുടെ വിടവാങ്ങൽ. പല വമ്പന്മാർക്കും മുട്ടിടിക്കുന്ന ഓസ്ട്രേലിയയിലെ പിച്ചുകളായിരുന്നു കോഹ്ലിയുടെ ഫേവറേറ്റ്. കോഹ്ലി തന്റെ ടെസ്റ്റിലെ ആദ്യ സെഞ്ചുറിയും അവസാന ശതകവുമെല്ലാം നേടിയത് ഓസീസ് മണ്ണിൽ തന്നെ. അഡ്ലേഡിലും മെൽബണിലും പെർത്തിലും സിഡ്നിയിലുമെല്ലാം കോഹ്ലി സെഞ്ചുറി അടിച്ചുകൂട്ടി. 2014 ഒരു പരമ്പരയിൽ തന്നെ അടിച്ചത് 4 സെഞ്ചുറികളാണ്. 2018 പെർത്തിൽ മുൻനിരയൊക്കെ തകർന്നപ്പോൾ കോഹ്ലി സെഞ്ചുറി നേടിയ ശേഷം നടത്തിയ ഐക്കോണിക് സെലിബ്രേഷൻ എങ്ങനെ മറക്കാനാണ്? വിദേശ പിച്ചുകളിലാണ് കോഹ്ലിക്ക് ഏറ്റവും അധികം സെഞ്ചുറികൾ ഉള്ളത്. 2014 മുതൽ 19 വരെയുള്ള 5 വർഷം 141 ഇന്നിങ്സുകളിൽ നിന്നായി കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് പിറന്നത് 27 സെഞ്ചുറികളും 23 അർദ്ധ സെഞ്ചുറികളും. ധോണിയിൽ നിന്ന് ടെസ്റ്റിലെ നായക പദവി ഏറ്റുവാങ്ങിയ കോഹ്ലി ഇന്ത്യൻ ടീമിനെ ഉടച്ചു വാർത്തു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നായി കളത്തിലെ ഇന്ത്യയുടെ നയം. സ്ലെഡ്ജിങ്ങിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകുന്ന ടീം, അതിന് നേതൃത്വം നൽകുന്ന നായകൻ. ഇന്ത്യയുടെ പുതിയ വർഷൻ നിരവധി നേട്ടങ്ങളാണ് കൊയ്തത്. ഓസീസ് മണ്ണിൽ ആദ്യമായി പരമ്പര പിടിക്കുന്ന ഏഷ്യൻ സംഘമായി ഇന്ത്യ മാറിയപ്പോൾ അമരത്തുണ്ടായിരുന്നത് കോഹ്ലി തന്നെ. 68 ടെസ്റ്റ് മത്സരങ്ങളാണ് കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യ കളിച്ചത്. അതിൽ 40ഉം ജയിച്ച് ഏറ്റവും മികച്ച ക്യാപ്റ്റനായി വിരാട് മാറി. അല്പം നിറം മങ്ങിപ്പോയ അവസാന വർഷങ്ങളെ മാറ്റി നിർത്തിയാൽ സ്വപ്നതുല്യമായ കരിയറായിരുന്നു കോഹ്ലിയുടേത്. വിരമിക്കൽ തീരുമാനത്തിനു പിന്നിൽ പല കാരണങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. താരം സ്വമേധയാ എടുത്ത തീരുമാനമാണെന്നും അല്ല BCCIയുടെ പ്രഷർ മൂലം എടുത്തതാണെന്നും അങ്ങനെ പല കഥകളും കേൾക്കുന്നുണ്ട്. എന്തായാലും വിരാട് കോഹ്ലി ഒഴിച്ചിട്ട സ്ഥാനം നികത്താൻ പോന്നവർ ഇന്ത്യൻ ക്രിക്കറ്റിലെന്നല്ല ലോക ക്രിക്കറ്റിൽ തന്നെ വിരളമാണ്.